പനി കുറവുണ്ടച്ചാ, എന്നാലും നല്ല ക്ഷീണമുണ്ട്. കാര്യമായിട്ടൊന്നും കഴിച്ചതുമില്ല. അല്ല, ആ വിനയം പിന്നീട് ഇങ്ങോട്ടൊന്നും വിളിച്ചതുപോലും ഇല്ലല്ലോ അച്ഛാ. അവന്റെ തിരക്ക് ചിലപ്പോ കഴിഞ്ഞാണല്ലായിരിക്കും. അല്ല, അച്ഛനൊന്ന് വിനയനെ വിളിക്കൂ. എനിക്ക് നഴ്സറി പോയി ലച്ചുമോളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സമയമായി. അതിന് അവനെ വിളിച്ചിട്ടെന്തിനാ? നീ പോയി ലച്ചുമോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇവരുടെ അടുത്ത് എന്തായാലും ഞാനിരുന്നോളാം. എന്നാലും അവന്റെ ഉത്തരവാദിത്തം അവൻ കാണിക്കണ്ടേ അച്ഛാ? ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതല്ലേ 3 മണിക്ക് മുമ്പേ എനിക്ക് മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പോണോന്ന്. വിനയന്റെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് നമുക്കറിയാവുന്നല്ലേ മോളെ. അതുകൊണ്ട് അവനെ കാത്തിരിക്കാതെ നീ വേഗം പോവാൻ നോക്ക്. അച്ഛൻ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലേ വിനയൻ അവന്റെ മക്കളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവേ ഉള്ളൂ. മക്കളെ വേണ്ടാത്തവൻ ഉപേക്ഷിച്ചിട്ട് പോട്ടെ. അല്ല, അവന് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ അനാഥരായി പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അനാഥരായി പോവൊന്നുമില്ല അച്ഛാ. ചിരുവിന്റെ മക്കളെ നമ്മൾ നോക്കില്ലേ? ഇപ്പൊ തന്നെ ഈ അവസ്ഥയിൽ ഇവരെ കണ്ടിട്ട് പോവാനുള്ള മടി കൊണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. വയ്യാത്ത 2 കുട്ടികളല്ലേ അച്ഛാ. എപ്പോഴും ഇവരുടെ അടുത്ത് അമ്മയുടെ സ്ഥാനത്ത് ഒരാൾ വേണം. വിനയന്റെ വീട്ടിലാണെങ്കിൽ അവന്റെ അമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഇവരുടെ അടുത്ത് തന്നെ ഇരുന്നോ അമ്പിളി. ലച്ചുമോളെ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. അയ്യോ, അത്രയും ദൂരം പോയി മോളെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരാനോ? എന്താ, എനിക്ക് പോയാലെന്താ? മിക്ക കുട്ടികളെയും നഴ്സറിയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും വീട്ടിലെ പ്രായം ചെന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോ മോൾക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ലച്ചുമോളുടെ കാര്യം ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. അത് ശരിയാ. അച്ഛൻ പോകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നഴ്സറി എവിടെയാണെന്നറിയോ? അതൊക്കെ എനിക്കറിയാം. ലിച്ചുമോന്റെ നഴ്സറി തന്നെയല്ലേ? അതെവിടെയാണെന്ന് അനുമോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാ പിന്നെ അച്ഛൻ വേഗം ഇറങ്ങിക്കോ. ഞാനിവിടെ മക്കളുടെ അടുത്ത് ഇരുന്നോളാം. ശരി. മോൾ ആ ടീച്ചർ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് ലച്ചുമോളെ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നത് അവളുടെ മുത്തച്ഛനായിരിക്കും. ശരി അച്ഛാ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അയ്യോ മക്കളെ, കരയാതെ. മുത്തച്ഛൻ്റെ പോയിട്ട് പെട്ടെന്ന് മിഠായി മേടിച്ചോണ്ട് വരാം കേട്ടോ. കരയില്ലേ കരയില്ലേ? കരയില്ല കേട്ടോ. മുത്തച്ഛൻ ഇപ്പൊ വരാം. എന്തിനാ കരയുന്നേ? അയ്യോ, സമയം ഇത്രയോ? അനു, ഞാൻ ഇറങ്ങുവാ. സമയം പോയി. ഇന്ദ്രേട്ടാ, പോകുമ്പോ എന്നെ ആ നഴ്സറിയിലൊന്ന് ഇറക്കി തരൂ. ഞാൻ അവിടെ നടന്നെത്തുമ്പോഴേക്കും ലേറ്റ് ആവും. അതാ. എങ്കിൽ വിച്ചുമോനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം. നീ വരണ്ട. അതെന്താ? ഞാൻ കുളിച്ചിട്ടും എന്നോട് അറപ്പ് മാറിയില്ലേ? അതല്ല അനു. പിന്നെന്താ എന്നെ കൂടെ കൊണ്ടുപോയാ? അനു, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു പോയതിന് നീ ഊണ് പോലും കഴിച്ചില്ലല്ലോ. നോക്ക്, പോയിരുന്ന് ഊണ് കഴിക്കേ. അപ്പോഴേക്കും ഞാൻ മോനെ കൂട്ടിക്കൊണ്ട് വരാം. അല്ല, ഇപ്പൊ തന്നെ വൈകിന്ന് പറഞ്ഞോണ്ട് പിന്നെ. അതൊന്നും കുഴപ്പമില്ല. ഷോപ്പിൽ കണ്ണനുണ്ടല്ലോ. ഞാൻ മോനെ വിളിച്ചോണ്ട് വരുമ്പോഴേക്കും ആഹാരം കഴിച്ചിരിക്കണം കേട്ടല്ലോ. കഴിക്കുമല്ലോ. കഴിക്കാതിരുന്നിട്ട് എന്താ? ജീവിക്കണ്ടേ? അനു ഇങ്ങനെ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ഓവറായിട്ട് ജോലി ചെയ്യുന്നത് കൂടെ കണ്ടിട്ടാ എനിക്ക് ദേഷ്യം വന്നത്. അല്ലാതെ നിന്റെ വൃത്തിയിലോ ശുദ്ധിയിലോ ഒന്നും സംശയം ഉണ്ടായിട്ടല്ല. അനു, നീ എന്നോട് ക്ഷമിക്ക് പ്ലീസ്. ഞാനെന്ത് ക്ഷമിക്കാനാ? ഞാനിവിടെ വന്നു കയറിയ ആളല്ലേ. എന്റെ തെറ്റുകൾക്ക് നിങ്ങളൊക്കെയല്ലേ ക്ഷമിക്കണ്ടേ? അനു,
മതി നിർത്ത്. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ഞാൻ പോയി വിച്ചുവനും കൂട്ടിക്കൊണ്ടുവരാം.